അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങിയിട്ടാ ഇനിയിപ്പോൾ അക്ഷർധാമിലേക്ക് പോകണം. അക്ഷർധാമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഇനിയിപ്പോൾ ഇവിടെ നല്ല മഴ പെയ്യാം കേട്ടോ. നല്ല രീതിയിലൂടെ മഴ പെയ്യാം. നോക്കി ഉണ്ടോ, ഫുൾ മഴ പെയ്യും ഇവിടെ, രക്ഷയില്ല മഴ. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്നുള്ളൊരു അറിയാൻ പാടില്ല. അപ്പം നേരെ ഇനി മെട്രോ പിടിക്കാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ നമ്മളവിടെ നിന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ നേരെ നടന്ന് അക്ഷർധാമിലേക്ക് പോകണം. അക്ഷർധാമിലേക്ക് പോയിട്ട് അവിടെ നിന്ന് കുറച്ച് സ്ഥലം നമ്മൾക്ക് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ പോയിട്ട് ആണ് വീട്ടിലേക്ക് പോകുള്ളൂ കേട്ടോ. അത് വീട്ടിലേക്കെന്ന് പറഞ്ഞാൽ റൂമിലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ അതൊക്കെ വിസിറ്റ് ചെയ്തിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ ഈ എപ്പിസോഡിൽ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ടിക്കറ്റ് എടുത്തട്ടാ, ടിക്കറ്റ് എടുത്തു. അപ്പോൾ 20 രൂപ വേണ്ട അവിടെ നിന്ന് അങ്ങാട്. നോയിഡയ്ക്ക് പോകുന്ന ഇതാണ് കേട്ടോ മെട്രോ. അപ്പോൾ ഓരോ ഇവിടെ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഇവിടെ ഡൽഹിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ മുംബൈയിൽ പോയിരുന്നപ്പോൾ പറഞ്ഞില്ലേ, ലോക്കൽ ട്രെയിനിന് പകരം നമ്മൾ ഇവിടെ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് മെട്രോയാണ്. അപ്പോൾ അങ്ങനത്തെ ഏരിയകളിലോട്ട് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മെട്രോ പിടിക്കണം. പ്ലാറ്റ്ഫോം നമ്പർ 1 പറഞ്ഞത് മെട്രോ സ്റ്റേഷനായിട്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ. ഞാൻ ഡൽഹിയിലെ മെട്രോ സ്റ്റേഷൻ, ഇത് ഇന്ദ്രപ്രസ്ഥ എന്ന് പറഞ്ഞിട്ടുള്ള മെട്രോ സ്റ്റേഷനാണ്. എനിക്ക് ഇവിടെ നിന്ന് അക്ഷർധാമിലേക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്തേക്കുന്നത് കേട്ടോ. അക്ഷർധാമിലെ സ്റ്റേഷനിലേക്കാണ് ടിക്കറ്റ് എടുത്തേക്കുന്നത്. അക്ഷർധാമിലെ ട്രെയിൻ ഇവിടെ വരുമെന്നൊക്കെയാണ് പറയണത്, അറിയില്ല. ഇനി ചെന്തായി പറയാൻ പറ്റും എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ പറ്റട്ടെ, വരുമ്പോൾ നമുക്ക് പോവാം. കണ്ടോ സ്റ്റേഷൻ്റെ നോക്കി, അങ്ങനത്തെ ഭാഗത്ത് നോക്കി. അങ്ങനത്തെ സാധാരണ ഇതുപോലെയൊക്കെ തന്നെ, പക്ഷേ ഭയങ്കരമായിട്ട് കോൾഡ് വന്നിട്ടുണ്ട്. അപ്പോൾ സ്നോ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്നുള്ളതൊന്നും നോ ഐഡിയ. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുന്നതും നോ ഐഡിയ. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തായാലും വൈകും വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേനും. അപ്പോൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ എന്തായാലും വൈകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്നൊരു 9 മണി 8 മണി 9 മണി ആവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്ഥലങ്ങൾ ഞാൻ റോഷൻ ഇതിൻ്റെ ഒപ്പം തന്നെ ഫ്രണ്ടിൻ്റെ ഒപ്പം വരുന്നത്. അപ്പോൾ ആളുണ്ട്. അപ്പോൾ ആളെൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ പുള്ളിയുടെ കൂടെയാണ് പോകണത്. അപ്പോൾ പുള്ളിയാണ് എന്നെ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓക്കെ, പുള്ളിയുടെ കെയർ ഓഫിലാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കണം എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഞാൻ പോകുന്നു. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് ഒരു രവി ചൗക്ക് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. രാജീവ് ചൗക്ക് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേസ് ഉണ്ട്. അവിടെയാണ് ലാസ്റ്റ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യാൻ പോകണം. എന്നിട്ട് അവിടെ നിന്ന് എനിക്ക് അവിടെ നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. ഒരു 10-19 മിനിറ്റ് എന്നുള്ളൂ. നൈറ്റ് സമയം നടന്നു പോകുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല, അത് സേഫ് ആണോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ എന്തായാലും പോയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് നടത്തും ഇതൊക്കെ ഞാൻ ഈ എപ്പിസോഡിൽ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഈ എപ്പിസോഡെന്നല്ല, ചിലപ്പോൾ അടുത്ത എപ്പിസോഡായിരിക്കും വരുന്നത്. കാരണം അക്ഷർധാം ഫുള്ള് കവർ ചെയ്ത് വരുമ്പോൾ തന്നെ ഏകദേശം നല്ല ലോങ് ആയിരിക്കും വീഡിയോ. അപ്പോൾ പിന്നെ അത് അടുത്ത എപ്പിസോഡിലേക്ക് ആയിരിക്കും പരമാവധി ചിലപ്പോൾ കവർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇവിടെ ഇനി പിന്നെ ട്രെയിൻ വന്നം, ആ ഭാഗത്ത് നിന്ന് ട്രെയിൻ വന്നുകൊണ്ടിരിക്കണം. ട്രെയിൻ വന്നാൽ വരെ നമ്മളിവിടെ പോസ്റ്റാണ്. ഈ ഭാഗത്തൊക്കെ ഒരുപാട് ഈ പറയുന്ന പോലെ മരങ്ങളും അതും ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇവിടെ ഒരു നദി ഒഴുകി പോകുന്നുണ്ട്. നദിയാണോ അല്ലെങ്കിൽ സ്ലം ഇതാണോ എന്നറിയില്ല കേട്ടോ. ഒന്ന് ഐഡിയ. അതിനകത്ത് പൈപ്പ് പോയേക്കുന്ന നോക്കി, എന്തെന്ത് പൈപ്പാണെന്ന് അറിയാം. ഡ്രിങ്കിങ് വാട്ടറിൻ്റെ പൈപ്പാണോ പോയേക്കുന്നത്? ഐഡിയ കേട്ടോ, എന്തൊക്കെ സംതിങ്. ഇവിടെ അങ്ങനെ ഓരോ ഏരിയകളും കേട്ടോ. എനിക്ക് ഇവിടെ നിന്ന് ഏത് വഴിക്കാണ്, എങ്ങോട്ടാണ്, ഏത് വഴിയാണ് ട്രെയിൻ വന്നതെന്നൊന്നും യാതൊരു പിടുത്തമില്ല. നോക്കട്ടെ. നമ്മൾ പോകേണ്ട മെട്രോ സ്റ്റേഷൻ, മെട്രോ ഇതാണ് കാണുന്നത്. ഇത് കൺജസ്റ്റഡ് ആണ്, മൊത്തത്തിൽ കൺജസ്റ്റഡ് ആണ്. എന്താവെന്ന് അറിയില്ല, എങ്ങനെയാണെന്ന് നോക്കട്ടെ. അതിലൊന്നു നോക്കി തിരക്ക് നോക്കി എന്തോരണമെന്ന് ഭയങ്കര തിരക്കാണ്ടോ. മെട്രോയിൽ കയറിയിട്ടുണ്ട്. അപ്പം ഇനി അവിടെ അങ്ങാട് പൊക്കോണ്ടിരിക്കുക. ഇവിടെ ഫുൾ നോക്കി കൺജസ്റ്റഡ് ആണ്. നോക്കി ക്രൗഡ് നോക്കി, എത്രത്തോളം ക്രൗഡാണ് കേട്ടോ മൊത്തം. മെട്രോ സ്റ്റേഷൻ, മെട്രോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇത്രയും ക്രൗഡാണ്. ഡൽഹിയിൽ വന്നിട്ട് ഒരു മെട്രോ റൈഡ് ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. എന്താ വ്യൂ നോക്കി, നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ്, അതേപോലെ തന്നെ കംപ്ലീറ്റ് ഹൈവേ സംഭവങ്ങളൊക്കെ നോക്കി. ഇതിനകത്ത് നോക്കി ഇഷ്ടംപോലെ വെഹിക്കിൾസ് ആണോ. ഇനി നമ്മളിനി അങ്ങാട് ഇനിയിപ്പോൾ മഴയാണ്, മൊത്തത്തിൽ മഴയാണ്. ഇവിടെ നിന്ന് എങ്ങാട് പോകണമെന്ന് നമുക്കൊന്നും അറിയില്ല. ഈ ഭാഗത്തോട്ട് ഏത് കൂട്ടാണെന്ന് അറിയില്ല.
അത് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് കാണാൻ പറ്റുന്നുണ്ട്. അത് നമ്മൾ ഇവിടെ നിന്ന് ഇനി പയ്യെ ചലിക്കണം. ഇപ്പോൾ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി. അപ്പോൾ ഇനി പിന്നെ അവിടെ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്കുള്ള എക്സിറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കണം. അതുവഴിയാണ് എക്സിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി അക്ഷർധാമിലേക്ക് പോകാനാട്ടോ. അവിടെ നിന്ന് പോകാനാണ്. ഇവിടെ നിന്ന് ഇനി എപ്പോഴത്തൊന്നും യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ പോകുന്ന വഴി എന്തായാലും കാഴ്ചകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇനി ഈ പുള്ളിയുടെ ഒപ്പം തന്നെ പോകാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പോവാണ് പുള്ളിയുടെ പുറകെ അങ്ങോട്ട് പോകാം. അതുകൊണ്ട് വേറെ നിവൃത്തിയൊന്നുമില്ല. പിന്നെ ഈ നടക്കാം. ടിക്കറ്റ്സ് ഇവിടെ കാണിക്കണം കേട്ടോ. ടിക്കറ്റ്സിന് കാണിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് കാണാം. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ നല്ല മഴയാണ്. എൻ്റെ തലയിലാണെങ്കിൽ ആകെ ഇത് മാത്രമേ ഉള്ളൂ. ഇനി ഫോണിൽ വെള്ളം വീഴാത്ത രീതിയിൽ പിടിക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് ഇതുണ്ട്. നടക്കാനുണ്ട് ഇവിടെ നിന്ന്. പിന്നെ നടക്കാനുള്ള പരിപാടിയാണ് ചെയ്യാൻ പോകണം കേട്ടോ. നമ്മളിനി മഴ നനയാത്ത രീതിയിൽ ഒരുപാട് ഇതുണ്ടല്ലോ. നമ്മളെ ആൾക്കാരിങ്ങനെ വന്ന് ഇത് ചെയ്യുന്നുണ്ട്. നമ്മളത് നോക്കണല്ലോ. നമ്മൾ നേരെ നടക്കേണ്ട. പിന്നെ ക്യാമറയിൽ വെള്ളം വീഴാത്ത രീതിയിൽ നടക്കണം. പിന്നെ അവിടെ എത്തിയിട്ട് കാണാൻ പറ്റുള്ളൂ. കാരണം മഴയാണ് ഇവിടെ. ഭയങ്കര മഴയുണ്ടോ. നമ്മുടെ മൊബൈലിൽ ഇനി ഒന്നും വീഴാൻ പാടില്ല. സേഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് മറ്റേ നടക്കണം. ഇപ്പോൾ സിറ്റി കൂടെ നടക്കണേ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. നേരെ കാണുന്ന ആ ഒരു ഇത് കണ്ടോ. ആ മന്ദിരമാണ് നിങ്ങൾ കാണുന്ന അക്ഷർധാം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ മന്ദിരത്തിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അങ്ങാടിയിലാണ്. ഇപ്പോൾ ഈ വൈകിട്ടാണ് ഇവിടെ വരേണ്ടതെന്നാണ് പറയുന്നത് കേട്ടോ പുള്ളി. കാരണം വെച്ചാൽ ലൈറ്റ് സെറ്റിങ്സും കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അതുവരെ നിൽക്കത്തില്ല. നമ്മൾ എന്തായാലും മിക്കവാറും അത് കഴിഞ്ഞിട്ട് മിക്കവാറും പോകും. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നേരത്തെ എത്തണം, വീട്ടിലെത്തേണ്ട സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട്. നമുക്ക് എന്തോരം പേരാണ് ക്രൗഡ് വന്നേക്കാൻ. നോക്കി വണ്ടികൾ വന്ന് നടക്കുന്നു കേട്ടോ. ഇഷ്ടം പോലെ വണ്ടികളാണ് വന്ന് നടക്കുന്നത്. അപ്പോൾ ഇനി ഇത് വിസിറ്റ് ചെയ്തിട്ട് നമുക്ക് നേരെ വേഗം റിട്ടേൺ തന്നെ അടിക്കണം. ഇവിടെ നിന്ന് റിട്ടേൺ പോയിട്ട് വേണം ഈ പറഞ്ഞ പോലെ സാധനങ്ങൾ മേടിക്കുന്ന അവിടെ ഭാഗത്തോട്ട് പോകണം. അപ്പോൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഒരു വീഡിയോ ഇതായിരിക്കും ഇതിനകത്ത് കവർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അക്ഷർധാം ക്ഷേത്രം എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കയറുമ്പോൾ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. മൊബൈൽ എന്തായാലും എല്ലാം നമ്മൾ ഇതിൻ്റെ അകത്ത് തന്നെ ബാഗിൽ വെച്ചിട്ട് ക്ലോക്ക് റൂമിൽ വെക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ നേരെ ക്ലോക്ക് റൂം നോക്കി പോവേണ്ട. വേറെ നിവൃത്തിയൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യാന്നല്ലാണ്ട് വേറെ നിവൃത്തിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങളാ നേരെ കാണുന്നതാണ് അക്ഷർധാം ക്ഷേത്രം. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഡൽഹിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ക്ഷേത്രമാണ് കേട്ടത്. വളരെയധികം ക്രൗഡ് വരുന്ന അല്ലെങ്കിൽ ആൾക്കാർ കൂടുതൽ വരുന്ന ക്ഷേത്രം കൂടിയാണിത്. ഞാൻ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. പുറത്തേക്ക് ഇറങ്ങി. ഓക്കെ, പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ പിന്നെ മെട്രോ പിടിക്കണം. നേരെ വീട്ടിലേക്ക് ഇനി പോവുകയാണ്. വേറെ നിവൃത്തിയൊന്നുമില്ല. എങ്ങനെയെങ്കിലും വീടെത്തണം. നല്ല തണുപ്പുണ്ട്. അതേപോലെ തന്നെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക. മൊത്തത്തിൽ ഒരു രക്ഷയില്ല. നിങ്ങൾ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമ്പലം ടെമ്പിൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അതിനകത്തേക്ക് വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഫോണും അകത്തോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് അവിടെ വാട്ടർ ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെനിക്കൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്തെങ്കിലും സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നോക്കൂട്ടോ. എന്തെങ്കിലും ഫുട്ടേജും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പരമാവധി നോക്കും. സ്വാമിനാരായൺ അക്ഷർധാം. ഇതിപ്പോൾ ഞാനൊരു ഇതിനാണ് എടുത്തതാണ് കേട്ടോ. അത് ഈ ഫുഡ് കൊണ്ടോ ഈ ലൈറ്റ് സെറ്റിങ്സും കാര്യങ്ങളും ഇങ്ങനെയായിരിക്കും വൈകുന്നേരം അക്ഷർധാമിൻ്റെ അകത്ത്. ഇതാണ് ലേസർ ഷോ പറയുന്നത്. ഇത് ഈ ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഇത് അറേഞ്ച് ചെയ്തതാണ്. ഫുട്ടേജ് ഞാനിത് അറേഞ്ച് ചെയ്തതാണ്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ അവിടെ കണ്ടത് കേട്ടോ. ഇതിന് പ്രധാനമായിട്ട് സ്റ്റോറി ടെല്ലിങ് എന്ന രൂപത്തിലാണ് ഇത് സംഭവം അവർ ചെയ്തേക്കുന്നത്. അതായത് ഒരു 4 കുട്ടികളുണ്ടാവും. ആ കുട്ടികൾ വന്നിട്ട് ഒരു പൂവ് നമ്മൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യുന്നു. ആ പൂ ക്രിയേറ്റ് ചെയ്തിട്ട് നിരവധിയായിട്ടുള്ള ശക്തികൾ, അതായത് എന്താണ് ജലത്തിൻ്റെ ഇതായിട്ടുള്ള ദൈവമുണ്ടല്ലോ, ജലത്തിൻ്റെ ദൈവം, അതേപോലെ അഗ്നിദേവൻ, അതേപോലെ തന്നെ വായുദേവൻ, അങ്ങനെ എല്ലാ കാറ്റഗറി എല്ലാവരും വന്നിട്ട് ഈ ഒരു പൂവിനെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അത് എൻ്റെ പൂവ് സർവൈവ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു സ്റ്റോറിയാണിത് നമുക്ക് ഈ ലേസർ രൂപത്തിലൂടെ ഇവർ കാണിക്കുന്നത്. സംഭവം സൂപ്പറാണ്. സംഭവം കാണാനായിട്ട് നമുക്ക് നല്ല രീതിയിൽ കണ്ടിരിക്കേണ്ട, അല്ലെങ്കിൽ അക്ഷർധാം ഡൽഹിയിൽ വരുന്നവരാണെന്നുണ്ടെങ്കിൽ അക്ഷർധാം വന്നിട്ട് ഈ ഒരു ലേസർ ഷോയും കൂടി നിങ്ങൾ കാണേണ്ടതാണ്. അത് മിസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള നഷ്ടമായി പോകുന്നത്.
വളരെ നല്ല രീതിയിലുള്ള എന്ത് ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് സെറ്റിങ്സും ലേസർ ഷോസും എല്ലാം നമ്മളൊരു എന്താ പറയുക വേറൊരു വേൾഡിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു എക്സ്പീരിയൻസ് ആണത്. അത് നല്ല രീതിയിൽ അവർ ഓർഗനൈസേഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ടൈമാണെങ്കിൽ എല്ലാം പക്കയാണ്. 7:15 അവർ ഷോ ഉള്ളത്. എല്ലാ ദിവസവും വൈകുന്നേരം ഷോ ഉണ്ടാവും, ഈ ലേസർ ഷോ ഉണ്ടാവും. അതായത് ഇതിൻ്റെ വർക്കിംഗ് ആയിട്ടുള്ള എല്ലാ ദിവസവും ലേസർ ഷോ ഉണ്ടായിരിക്കും. അവിടെ തിങ്കളാഴ്ചയാണെന്ന് തോന്നുന്നു ഇല്ലാതുള്ളത്. ഞങ്ങൾ ചെന്ന സമയത്ത് എന്തായാലും അന്ന് ഉണ്ടായിരുന്നു. അന്ന് അതും കൂടി കണ്ടിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. കാരണം അത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഫുട്ടേജാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നേരെ നമുക്ക് മെട്രോ പിടിക്കണം. മെട്രോ പിടിച്ചിട്ട് നേരെ ഇനി രാജീവ് ചൗക്ക് രാജീവ് ചൗക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത്. അവിടെ നിന്ന് പോയിട്ട് എനിക്ക് കുറച്ചൊരു 10-19 മിനിറ്റോളം നടക്കാനുണ്ട്. അപ്പോൾ റോഷൻ ബോയ് എൻ്റെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി മെട്രോ സ്റ്റേഷൻ പിടിക്കണം. അതാണ് ഇനി അടുത്ത പണി കേട്ടോ. അപ്പോൾ ഇനി നേരെ നമ്മൾ ഇനി അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് വേണം പോകണമെന്നുണ്ടെങ്കിൽ അടുത്ത മെട്രോ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് മെട്രോ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ നേരിട്ട് ടിക്കറ്റ് എടുക്കണം. ഗായ്സ്, അപ്പോൾ ഞാൻ ഇപ്പോൾ റൂമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് വൈകി. ഇന്ന് അക്ഷർധാമിൻ്റെ അവിടെ വാട്ടർ ഷോയും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് കുറേ സമയം അവിടെ ചിലവാക്കി. ഇപ്പോൾ റൂമിലേക്ക് എത്തുന്നുള്ളൂ. അപ്പോൾ ഇനി ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും കാണിക്കുന്നതായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നേരെ റൂമിലെത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് വേഗം അവിടെ പോകാമെന്നുള്ള പ്ലാനാണ് കേട്ടോ. വേറെ ഒന്നും ചിന്തയിലൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാം ഓക്കെ, എല്ലാവർക്കും ഓക്കെ, ടാറ്റാ.